ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ. നമ്മളിന്ന് ഏറ്റവും പുതിയ അവാർഡ് ഉൾപ്പെടെയുള്ള സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ക്ലാസ്സുകളൊന്നും മിസ്സാവാതെ തന്നെ കാണാനായിട്ടും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് വയലാർ അവാർഡാണ്. 1977 മുതലാണ് വയലാർ അവാർഡ് കൊടുത്തു വരുന്നത്. 1,00,000 രൂപയാണ് ഈ വയലാർ അവാർഡിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 2024 വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് 48ാമത് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 2024 48ാമത് വയലാർ അവാർഡാണ്. അത് ലഭിച്ചിട്ടുള്ളത് അശോകൻ ചെരുവിലിനാണ്, കാട്ടൂർ കടവ് എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ്. ഓക്കെ ആണല്ലോ. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് 2023 വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. 2022 എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവലിനാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഈ വയലാർ അവാർഡിൻ്റെ പ്രഥമ വിജയിയാണ് ലളിതാംബിക അന്തർജനം. കൃതി ഏതാണ്? കൃതി അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2024 വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കൃതി കാട്ടൂർ കടവ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി, കൃതി ജീവിതം ഒരു പെൻഡുലം. 2022 കൃതി ഏതാണ്? മീശ. വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷാണ്. പ്രഥമ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനമാണ്, കൃതി അഗ്നിസാക്ഷി. ക്ലിയർ ആണല്ലോ. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം. 1969 മുതലാണ് ഓടക്കുഴൽ പുരസ്കാരം കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. PSCയുടെ ചോദ്യപേപ്പറിലുള്ള ആൻസർ കീ അനുസരിച്ചാണ് ഈ ഒരു വർഷം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. 1969 മുതലാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ളത്. ആദ്യ ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. പ്രഥമ ജേതാവാണ് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള തുളസീദാസ രാമായണത്തിനാണ് പ്രഥമ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2023 ഓടക്കുഴൽ പുരസ്കാരം നൽകിയിട്ടുള്ളത്. അത് ലഭിച്ചിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കവിത ഒരു മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 2022 അംബികാസുധൻ മാങ്ങാടിനാണ് അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2023 PN ഗോപികൃഷ്ണൻ കവിത ഒരു മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന്. 2022 ഓടക്കുഴൽ പുരസ്കാരം അംബികാസുധൻ മാങ്ങാട് പ്രാണവായു എന്ന കൃതിക്ക്. ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ തുളസീദാസ രാമായണം എന്ന കൃതിക്ക്. ക്ലിയർ ആണല്ലോ. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ഒരു പ്രത്യേക കൃതിക്ക് നൽകുന്നതല്ല, ഒരു സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പുരസ്കാരമാണ്. 5,00,000 രൂപയാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1993 കൊടുത്തു തുടങ്ങുന്നത്. അതായത് എഴുത്തച്ഛൻ പുരസ്കാരം 1993 മുതലാണ് നൽകി തുടങ്ങിയിട്ടുള്ളത്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് ലഭിച്ചു. 2023 എഴുത്തച്ഛൻ പുരസ്കാര വിജയി SK വസന്തനാണ്. SK വസന്തൻ. 2022 സേതു എന്ന സേതുമാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതു എന്ന സേതുമാധവനാണ്.
2021 കൂടി നമുക്കൊന്ന് നോക്കി വെക്കാം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പി വത്സലയ്ക്കാണ്. പി വത്സല 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സലയ്ക്കാണ്. ഇനി പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ള. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം 1993 മുതലാണ് നൽകി തുടങ്ങിയിട്ടുള്ളത്. ആദ്യ വിജയി ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് NS മാധവനാണ്. NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനും 2022 എഴുത്തച്ഛൻ പുരസ്കാരം A സേതുമാധവനും 2021 പി വത്സലയ്ക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ ഇതുവരെ? ഓക്കെ, അടുത്തത് വള്ളത്തോൾ പുരസ്കാരം അല്ലെങ്കിൽ വള്ളത്തോൾ അവാർഡ്. വള്ളത്തോൾ അവാർഡ് 1991 മുതൽ നൽകി തുടങ്ങിയിട്ടുള്ളതാണ്. പ്രഥമ വിജയിയാണ് പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായരാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ പ്രഥമ വിജയി. ഇനി ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കൊടുത്തിട്ടുള്ളത് വള്ളത്തോൾ അവാർഡ് 2019 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ലഭിച്ചിട്ടുള്ളത് പോൾ സക്കറിയയ്ക്കാണ്. പോൾ സക്കറിയ. വള്ളത്തോൾ അവാർഡ് 2019 ലഭിച്ചിട്ടുള്ളത് പോൾ സക്കറിയയ്ക്കാണ്. 2018 M മുകുന്ദനുമാണ് വള്ളത്തോൾ പുരസ്കാര ജേതാവ്. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ, 2018 M മുകുന്ദനുമാണ്. ഓക്കെ ആണല്ലോ? ഇനി തകഴി പുരസ്കാരം. തകഴി അവാർഡ് 2014 മുതൽ നൽകി തുടങ്ങിയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. ഇതിൻ്റെ 9ാമത് പുരസ്കാരം, അതായത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് പുരസ്കാരം MK സാനുവിനാണ് ലഭിച്ചിട്ടുള്ളത്. MK സാനു 9ാമത് തകഴി പുരസ്കാരമാണിത്. ഇനി 2023 ലഭിച്ചിട്ടുള്ളത് M മുകുന്ദനാണ്. M മുകുന്ദൻ. 2023 തകഴി പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. ഇനി പ്രഥമ വിജയി ആരാന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. തകഴി പുരസ്കാരം 2014 കൊടുത്തു തുടങ്ങിയെന്ന് പറയുന്നു. പ്രഥമ പുരസ്കാര ജേതാവ് G ബാലചന്ദ്രനാണെന്ന് കൂടി ഓർത്തിരിക്കുക. G ബാലചന്ദ്രൻ. ഓക്കെ ആണല്ലോ? തകഴി പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് 2024 MK സാനുവിനാണ് 2024 തകഴി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2023 തകഴി പുരസ്കാര ജേതാവ് M മുകുന്ദനുമാണ്. ഓക്കെ ആണല്ലോ? അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2001 മുതൽ നൽകി തുടങ്ങിയിട്ടുള്ള പുരസ്കാരമാണ്. ഇതിൻ്റെ ആദ്യ വിജയി തിക്കൊടിയനാണ്. തിക്കൊടിയനാണ്. ലേറ്റസ്റ്റ് അവാർഡ് 2023 കൊടുത്തിട്ടുള്ളത്. അത് ലഭിച്ചിട്ടുള്ളത് പോൾ സക്കറിയയ്ക്കാണ്. പോൾ സക്കറിയ. 2022 മാതൃഭൂമി പുരസ്കാരം, മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് A സേതുമാധവനാണ്. സേതുമാധവൻ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2001 മുതൽ നൽകി തുടങ്ങി. പ്രഥമ വിജയി തിക്കൊടിയനാണ്. തിക്കൊടിയൻ. 2023 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പോൾ സക്കറിയയ്ക്കാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം A സേതുമാധവനുമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1955 മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുള്ള അവാർഡാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഓക്കെ, പ്രഥമ അവാർഡ് ലഭിച്ചിട്ടുള്ളത് R നാരായണ പണിക്കർക്കാണ്. ഈ സാഹിത്യ അക്കാദമി അവാർഡിലെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട അവാർഡുകളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രഥമ അവാർഡ് ലഭിച്ചിട്ടുള്ളത് R നാരായണ പണിക്കർക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷാ സാഹിത്യ ചരിത്രം എന്ന കൃതിക്ക്. ഭാഷാ സാഹിത്യ ചരിത്രം പ്രഥമ അവാർഡാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് 2023 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണൻ. മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2023 ലഭിച്ചിട്ടുള്ളത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് EV രാമകൃഷ്ണനാണ്. കൃതി മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ. ഓക്കെ, ഇനി 2022 നോക്കുകയാണെങ്കിൽ പ്രൊഫസർ തോമസ് മാത്യുവിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. കൃതി ഏതാണ്?
ആശാന്റെ സീതായനം എന്ന കൃതി. ആശാന്റെ സീതായനം. പ്രൊഫസർ തോമസ് മാത്യു 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. കൃതി ഏതാണ്? ആശാന്റെ സീതായനം. ഇനി 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ്. ജോർജ് ഓണക്കൂർ. ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്കാണ് ജോർജ് ഓണക്കൂറിന് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് EV രാമകൃഷ്ണൻ. കൃതി മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രൊഫസർ തോമസ് മാത്യു. കൃതി ആശാന്റെ സീതായനം. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജോർജ് ഓണക്കൂർ. കൃതി ഹൃദയരാഗങ്ങൾ. ഓക്കെ അല്ലേ? അടുത്തത് ബഷീർ സാഹിത്യ പുരസ്കാരം. ബഷീർ സാഹിത്യ പുരസ്കാരം 2008 മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ്. അതിൻ്റെ പ്രഥമ വിജയിയാണ് N പ്രഭാകരൻ. N പ്രഭാകരനാണ് ബഷീർ സാഹിത്യ പുരസ്കാരത്തിൻ്റെ പ്രഥമ വിജയി. ഇനി 2023 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2023 ബഷീർ സാഹിത്യ പുരസ്കാരം കൊടുത്തിട്ടുള്ളത്. അത് സന്തോഷ് കുമാറിനാണ് ലഭിച്ചിട്ടുള്ളത്. സന്തോഷ് കുമാർ. നാരകങ്ങളുടെ ഉപമ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ബഷീർ സാഹിത്യ പുരസ്കാരം 2023 അദ്ദേഹത്തെ തേടി എത്തിയിട്ടുള്ളത് കേട്ടോ. നാരകങ്ങളുടെ ഉപമ. ഇനി 2022 നോക്കുകയാണെങ്കിൽ M മുകുന്ദനാണ് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് M മുകുന്ദന് 2022 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നൃത്തം ചെയ്യുന്ന കുടകൾ. 2021 K സച്ചിദാനന്ദനാണ്. K സച്ചിദാനന്ദൻ. ദുഃഖം എന്ന വീട് അദ്ദേഹത്തിൻ്റെ കവിതയാണ്. ദുഃഖം എന്ന വീട് എന്ന കവിതയ്ക്കാണ് അദ്ദേഹത്തിന് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 2021 K സച്ചിദാനന്ദനാണ് ദുഃഖം എന്ന വീട് എന്ന കവിതയ്ക്കാണ് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് റിവൈസ് ചെയ്ത് നമുക്കൊന്ന് മനസ്സിൽ ഉറപ്പിക്കാം. 2023 ബഷീർ സാഹിത്യ പുരസ്കാരം സന്തോഷ് കുമാർ. നാരകങ്ങളുടെ ഉപമ. 2022 ബഷീർ സാഹിത്യ പുരസ്കാരം M മുകുന്ദൻ. നൃത്തം ചെയ്യുന്ന കുടകൾ. 2021 ബഷീർ സാഹിത്യ പുരസ്കാരം K സച്ചിദാനന്ദൻ. ദുഃഖം എന്ന വീട്. ഓക്കെ ആണല്ലോ. ഇനി ONV സാഹിത്യ പുരസ്കാരമാണ്. ONV സാഹിത്യ പുരസ്കാരം 2017 മുതലാണ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. 2017 മുതലാണ് ONV സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. പ്രഥമ വിജയിയാണ് സുഗതകുമാരി. സുഗതകുമാരി പ്രഥമ വിജയി ആരാണ്? ONV സാഹിത്യ പുരസ്കാരത്തിൻ്റെ പ്രഥമ വിജയിയാണ് സുഗതകുമാരി. 2024 8ാമത് ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റായ്. പ്രതിഭ റായ് എന്നത് ഒരു ഒഡിയ സാഹിത്യകാരിയാണ് കേട്ടോ. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റായ്. ഇനി 2023 നോക്കുകയാണെങ്കിൽ അത് ലഭിച്ചിട്ടുള്ളത് C രാധാകൃഷ്ണനാണ്. C രാധാകൃഷ്ണൻ. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് C രാധാകൃഷ്ണനാണ്. 2022 T പത്മനാഭൻ. 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവ് T പത്മനാഭനാണ്. ഓക്കെ, ONV സാഹിത്യ പുരസ്കാരം 2024 പ്രതിഭ റായിക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2023 C രാധാകൃഷ്ണനാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. T പത്മനാഭനാണ് 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. ഓക്കെ ആണല്ലോ. മുട്ടത്ത് വർക്കി സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 1992 മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുള്ള സാഹിത്യ പുരസ്കാരമാണ് മുട്ടത്ത് വർക്കി സാഹിത്യ പുരസ്കാരം. ആദ്യ വിജയിയാണ് OV വിജയൻ. OV വിജയനാണ് ആദ്യത്തെ മുട്ടത്ത് വർക്കി സാഹിത്യ പുരസ്കാരത്തിൻ്റെ ജേതാവ്. 2019 ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ലഭിച്ചിട്ടുള്ളത് ബെന്യാമിനാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായിട്ടാണ് 2019 മുട്ടത്ത് വർക്കി സാഹിത്യ പുരസ്കാരം 2019 ബെന്യാമിന് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് 2019. അപ്പം അത്രയും സാധ്യത ഇല്ല ഈ ഒരു ചോദ്യം വരാൻ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക, 2019 മുട്ടത്ത് വർക്കി സാഹിത്യ പുരസ്കാരം ബെന്യാമിനാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ബെന്യാമിൻ. ഇനി
ഹരിവരാസനം പുരസ്കാരം 2012 മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. 1,00,000 രൂപയാണ് ഈ ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ പ്രഥമ വിജയിയാണ് KJ യേശുദാസ്. ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ പ്രഥമ വിജയി ആരാണ്? KJ യേശുദാസ് ആണ്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 13ാമത് പുരസ്കാരം 2024 കൊടുക്കുന്നത്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ് PK വീരമണിദാസൻ. ഓക്കെ, 13ാമത് ഹരിവരാസന പുരസ്കാരം 2024 ജേതാവാരാണ്? PK വീരമണിദാസൻ. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2023 ശ്രീകുമാരൻ തമ്പി. ഹരിവരാസന പുരസ്കാരം 2024 PK വീരമണിദാസൻ, 2023 ശ്രീകുമാരൻ തമ്പി. ക്ലിയർ ആണല്ലോ. ഇനി സരസ്വതി സമ്മാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ 2023 സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ്. മലയാളിയായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ അവാർഡിന് അർഹമായ കൃതിയാണ് രൗദ്ര സാത്വികം. ഇതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. രൗദ്ര സാത്വികം. 2023 സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മയാണ്. കൃതി രൗദ്ര സാത്വികമാണ്. ഇത് പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 32ാമത്തെ സരസ്വതി സമ്മാനമാണ്. ഇപ്പോൾ 2023 കൊടുത്തിട്ടുള്ളത് 33ാമത്തെ സരസ്വതി സമ്മാനമാണ്. മലയാളത്തിന് ലഭിക്കുന്നത് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. ഓക്കെ, 12 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിന് ഈ ഒരു സരസ്വതി സമ്മാനം ലഭിക്കുന്നത്. അതുകൂടാതെ 4ാമത്തെ മലയാളിയുമാണ് പ്രഭാവർമ്മ. ഓക്കെ, ആദ്യം ബാലാമണി അമ്മ, പിന്നീട് അയ്യപ്പ പണിക്കർ, സുഗതകുമാരി എന്നിവർക്ക് ശേഷം 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. 12 വർഷങ്ങൾക്ക് ശേഷമാണ് സരസ്വതി സമ്മാൻ മലയാളത്തിന് ലഭിക്കുന്നത്. 33ാമത്തെ സരസ്വതി സമ്മാനമാണ് പ്രഭാവർമ്മയ്ക്ക് 2023 ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, കൃതി ഏതായിരുന്നു? കൃതി രൗദ്ര സാത്വികം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇത് 33ാമത്തെ കൃതിയാ അല്ലെങ്കിൽ 33ാമത്തെ സമ്മാനമാണെന്ന് നമ്മൾ പറഞ്ഞു. 32ാമത്തെ സരസ്വതി സമ്മാൻ ശിവശങ്കരിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ജസ്റ്റ് ആ പേരൊന്ന് നോട്ട് ചെയ്താൽ മതി. 32ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാണ് ശിവശങ്കരി. ഓക്കെ ആണല്ലോ. 2023 33ാമത് പുരസ്കാര ജേതാവ്, സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. കൃതി രൗദ്ര സാത്വികം. 32ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ശിവശങ്കരി. ഇനി വ്യാസ് സമ്മാനാണ്. വ്യാസ് സമ്മാൻ 2023 അവസാനമായി കൊടുത്തിട്ടുള്ളത്. 33ാമത് വ്യാസ് സമ്മാൻ ലഭിച്ചിട്ടുള്ളത് പുഷ്പഭാരതിക്കാണ്. 2022 ഗ്യാൻ ചതുർവേദിക്കാണ് വ്യാസ് സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. പേരുകളൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക. 2023 പുഷ്പഭാരതിക്കാണ് വ്യാസ് സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. ഗ്യാൻ ചതുർവേദിക്കാണ് 2022 വ്യാസ് സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. 2023 33ാമത് വ്യാസ് സമ്മാനാണ്. ഇവർ രണ്ടുപേരും തന്നെ ഹിന്ദി എഴുത്തുകാരാണ് കേട്ടോ. 2023 വ്യാസ് സമ്മാൻ ജേതാവ് പുഷ്പഭാരതിയും 2022 വ്യാസ് സമ്മാൻ ജേതാവ് ഗ്യാൻ ചതുർവേദിയുമാണ്. ഓക്കെ, അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. ജ്ഞാനപീഠ പുരസ്കാരം 1965 മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ്. അതിൻ്റെ പ്രഥമ വിജയി ജി ശങ്കരക്കുറുപ്പ്. ഇതുവരെ 6 മലയാളികൾക്കാണ് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്. ഏറ്റവും അവസാനമായിട്ട് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുമാണ് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് നമ്മൾ മലയാളികളിൽ. ഇനി 2023 ഗുൽസാറും റാം ഭദ്രാചാര്യം, ഇവർ രണ്ടുപേരുമാണ് 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ. ഗുൽസാർ ഒരു ഉറുദു കവിയും റാം ഭദ്രാചാര്യ സംസ്കൃതത്തിലെ രചയിതാവുമാണ്. ഓക്കെ, ലാംഗ്വേജും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളാണ് ഗുൽസാറും റാം ഭദ്രാചാര്യയും. ഓക്കെ,
58ാമത് പുരസ്കാരമാണ് 2023. 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് 2023 കൊടുത്തിട്ടുള്ളത്. ജേതാക്കൾ ആരൊക്കെയാണ്? ഗുൽസാറും റാം ഭദ്രാചാരി. ഓക്കെ ആണല്ലോ. ഇനി പത്മപ്രഭാ പുരസ്കാരം. പത്മപ്രഭാ പുരസ്കാരം 1996 മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ് പത്മപ്രഭാ പുരസ്കാരം. പ്രഥമ വിജയി ആരാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂറാണ്. ഉണ്ണികൃഷ്ണൻ പുത്തൂറാണ് പത്മപ്രഭാ പുരസ്കാരത്തിൻ്റെ പ്രഥമ വിജയി. 2024 പത്മപ്രഭാ പുരസ്കാര ജേതാവാണ് റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദാണ് 2024 പത്മപ്രഭാ പുരസ്കാര ജേതാവ്. 2023 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രൻ. ഓക്കെ. 2024 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദിനും 2023 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനുമാണ്. അടുത്തത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. ഇത് സാഹിത്യത്തിലെ ഒരു സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് കേട്ടോ. അപ്പോൾ 2024 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ് കേട്ടോ. റഫീഖ് അഹമ്മദ്. 2024 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ്. 2023 ഇത് പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 2023 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ്. 2024 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. 2023 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയുമാണ്. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു അവാർഡും കൂടി ഉണ്ട്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം. അത് 2024 കേട്ടോ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് 2 പുരസ്കാരം നമ്മൾ മാറാനും പാടില്ല. 2024 എന്ന് ചോദിക്കുമ്പോഴും മാറാൻ പാടില്ല. 2024 സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമനിട്ട സാഹിത്യ പുരസ്കാരം കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 2024 വിജയി ആരാണ്? അത് ഹരിതാ സാവിത്രിയാണ്. ഹരിതാ സാവിത്രി. കൃതിയാണ് സീൻ എന്ന നോവൽ. 2024 സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമനിട്ട സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അത് 2024 ലഭിച്ചിട്ടുള്ളത് ഹരിതാ സാവിത്രിക്കാണ്. ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സീൻ എന്ന നോവലിനുമാണ്. ഓക്കെ. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഹരിതാ സാവിത്രിക്കാണ്. നോവൽ ഏതാണ്? സീൻ എന്നാണ്. സീൻ എന്ന നോവലിനാണ് ഹരിതാ സാവിത്രിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് മാറിപ്പോയത് ഇത് പഠിക്കാം കേട്ടോ. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് കേട്ടോ. ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ്. 2024 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായർ. 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായർ. ഓക്കെ. ജ്ഞാനപ്പാന പുരസ്കാരം 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 വി മധുസൂദനൻ നായർ. ഇനി പൂന്താനം സ്മാരക പുരസ്കാരം. പൂന്താനം സ്മാരക പുരസ്കാരം 2024 ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചിട്ടുള്ളത്. പൂന്താനം സ്മാരക പുരസ്കാരം 2024 ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ഓർത്തിരിക്കാം. അടുത്തത് സ്വാതി സംഗീത പുരസ്കാരമാണ്. സ്വാതി സംഗീത പുരസ്കാരം എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന ഒരു പുരസ്കാരമാണ്. ഇത് 2021 പുരസ്കാരം 2024 നൽകുന്നത് കേട്ടോ. അപ്പോൾ 2024 ഈ ഒരു സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് PR കുമാരകേരള വർമ്മയ്ക്കാണ്. സ്വാതി സംഗീത പുരസ്കാരം 2021 2024 നൽകുന്നത്. അത് ലഭിച്ചിട്ടുള്ളത് PR കുമാരകേരള വർമ്മയാണ്. ഓക്കെ. ഇനി JCB സാഹിത്യ പുരസ്കാരമാണ്. JCB സാഹിത്യ പുരസ്കാരം 2023 ഇത് ലഭിച്ചിട്ടുള്ളത് പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകൻ.
ആലണ്ടപ്പാച്ചി എന്ന ഈ പെരുമാൾ മുരുകൻ്റെ കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായിട്ടുള്ള ഫയർ ബേർഡിനാണ് ഈ ഒരു JCB സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത്. ഈ വിവർത്തനം നടത്തിയത് ജനനി കണ്ണനാണ്. ജനനി കണ്ണൻ. JCB സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത് പെരുമാൾ മുരുകനാണ്. കൃതി ആലണ്ടപ്പാച്ചി എന്ന പെരുമാൾ മുരുകൻ്റെ കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിനാണ്. ആ ഇംഗ്ലീഷ് വിവർത്തനത്തിൻ്റെ പേരാണ് ഫയർ ബേർഡ് എന്ന ഈ ഒരു ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയത് ജനനി കണ്ണനാണ്. ജനനി കണ്ണൻ. ഓക്കെ ആണല്ലോ. JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പെരുമാൾ മുരുകനാണ്. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ജനനി കണ്ണനാണ്. അപ്പോൾ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ സാഹിത്യ പുരസ്കാരങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് കൃത്യമായി എഴുതിയെടുത്ത് വ്യക്തമായി പഠിക്കുക. ശരിയായിട്ടുള്ള ഉത്തരം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും നമ്മുടെ എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടാനായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFസും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.